കേട്ടത് എന്ന് കണ്ണിമുറിയാത്ത നിലക്കുള്ള പരമ്പരയിലൂടെ നിങ്ങൾ സ്വഹാബത്തിന് ചെയ്തതാദ്യം തെളിയിക്കൂ. കാരണം സർവ്വ സ്വഹാബത്തും ഇമാമിങ്ങളല്ലേ. ഇമാം ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ധാരാളം സഹാബിമാരില്ലേ, ഓരോ സഹാബത്തിനെയും ഉദ്ധരിച്ചുകൊണ്ട് പറയോ, അവരല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടിയത്, സഹായം തേടിയത് പറയോ. അബൂ ഹനീഫ ഇമാം സഹായം തേടിയത് പറയോ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് സഹായം തേടിയത് പറയോ. ശഫീ ഇമാം അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചത് പറയൂ. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് പറയൂ. ഇമാമിങ്ങളുടെ പേരിൽ കള്ളം പറയുമ്പോ ഓർക്കണ്ടേ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ ഒന്ന് പറയണം, ഇതാ ശഫീ ഇമാം അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചത് പിടിച്ചോ, അബൂ ഹനീഫ ഇമാം റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് പിടിച്ചോ, അതുപോലെ തന്നെ മാലിക് ഇമാം അല്ലാഹുവിന്റെ റസൂലിനോട് വിളിച്ച് സഹായം തേടിയത് പിടിച്ചോ മൗലവി. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് പിടിച്ചോ മൗലവി. വെറുതെ നിങ്ങളുടെ ബടായി പോരാ, നിങ്ങളുടെ തൊള്ള പോരാ ദീനിൽ തെളിവ്. അല്ലിസിനാദു മിനദ്ദീൻ ലൗലല്ലിസിനാദു ലഖാല മൻ ശാഅ മാ ശാ. സനദില്ലെങ്കിൽ നിങ്ങളുടെ തോന്നിവാസം ഇവിടെ വേണ്ട, ഉണ്ടെങ്കിലൊന്ന് പറയൂ. എന്നിട്ട് ജനങ്ങളെ പൊട്ടിസാക്കാൻ വേണ്ടിയിട്ട് മേശം മുതൽ കുറെ കിതാബ് കൊണ്ടുവന്ന് അട്ടി വെച്ച് നിരത്തിയിട്ട് പറയുന്നു, ഇതോ ഈ കാണുന്ന കിതാബ്. അപ്പൊ ക്യാമറ അങ്ങോട്ട് തിരിച്ചു, സീഡിയിലേ. അപ്പൊ ക്യാമറ അങ്ങോട്ട് കുറെ കിതാബുകൾ. ആ കിതാബ് ഇതിലുള്ളത് ഈ കിതാബുകളൊക്കെ എഴുതിയ മഹാന്മാരെ നമ്മൾ കാണുന്നില്ലെങ്കിലും അവരുടെ കിതാബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിലൊക്കെ സർവവും പറഞ്ഞിട്ടുള്ളത് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടണമെന്നാണ്. നോക്കണം, നിങ്ങൾ കിതാബ് ഇവിടെ കൊണ്ടുവന്ന് അട്ടിവെക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ കൂടെ കിടന്ന് രാപ്പനി മനസ്സിലാക്കിയ സഖാഫി പറയട്ടെ, കിതാബ് കൊണ്ടുവന്ന് വെക്കുന്ന വിളവൊക്കെ എന്തിനാണ് എന്ന് മൂപ്പര് പറഞ്ഞു തരും. നിങ്ങളെ തന്ത്രങ്ങൾ നന്നായിട്ട് അറിയാമല്ലോ. എന്തിനാ ഈ കെട്ടുകണക്കിന് ഇങ്ങനെ കൊടുന്നേക്കുന്നത്? എന്നിട്ട് എത്രണ്ണ നിങ്ങളെടുത്ത് വായിച്ചതെന്നും നമ്മൾ CD മനസ്സിലാക്കിയിട്ടുണ്ട്, എത്രണ്ണ അട്ടിവെച്ചതും. ഈ അട്ടിവെക്കുന്നത് എന്തിനാന്നും നിങ്ങളുടെ തന്ത്രം എന്താന്നൊക്കെ ജനങ്ങൾക്കൊന്ന് മനസ്സിലാവട്ടെ. സഖാഫി പറയട്ടെ. എന്നിട്ട് ചില ഇബാറത്തുകൾ AP വിഭാഗത്തിന്റെ ആളുകൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. അലവി സഖാഫി ഒരു ഇബാറത്ത് വായിച്ചാൽ അവർ തന്നെ പറയുന്ന ഭാഷയിൽ പറയട്ടെ, അത് അലവിന്റെ തൂഫല്ലേ എന്നാ പറയല്, അത് അലവിന്റെ തൂഫല്ലേ എന്നാ പറയല്. കാരണം എന്താ? ഇവിടെ വന്നപ്പോ കുറച്ച് കിതാബെങ്കിലും അട്ടിവെച്ചു. ഈ ഖളാഉമായി ബന്ധപ്പെട്ട തിരൂരങ്ങാടിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വരി പോലുമില്ലാത്ത കിതാബുകൾ അട്ടിയായി വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന വിഷയം ഇതിലേക്ക് ആവശ്യമുള്ളൊന്നല്ല. എന്നിട്ട് അങ്ങനത്തെ കുറെ കിതാബുകൾ കൊണ്ടുവന്ന് അട്ടിവെച്ചിട്ടുണ്ട്. നേരത്തെ ഇയാൾക്കുള്ള സ്വഭാവം എന്താ? ഒരു ഡയറിയിൽ കുറെ കുത്തിപ്പിടിച്ചിട്ട് ഇയാള് മുജാഹിദികളോട് പറയുന്ന രൂപത്തിൽ ഇതാ തൂഫയിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് നിഹായിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് മുഗനീത, ഒക്കെ ഒരു സാധനം ഒന്ന് തന്നെയാ. ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് നടക്കുക. ഉണ്ടോ? ഹസൻ സഖാഫിയാ പറയുന്നത്. ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുക, ഇതിന് കിതാബ് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക, ഒക്കെ ഒന്നെന്നെയാണ്. അതിൽ കടലാസ് വെച്ചിട്ട് ഇങ്ങനെ ഉയർത്തിതോ ഇതിലുണ്ട്. ഇതിവര് കാളികണ്ഠം മഹല്ല് കാര്യം തമ്മിൽ ആരാ കാളി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം നടന്നു. തിരങ്ങാടി അടുത്ത് കാളികണ്ഠം മഹല്ലുകാരും വേറൊരു മഹല്ലുകാരും തമ്മിൽ ഇവര് തമ്മിൽ നടന്ന ഒരു സംവാദം ഉണ്ടായിരുന്നു. ആരാ കാളി എന്നുള്ള കാര്യത്തിൽ. അതിൽ കിതാബ് കൊണ്ടുവന്ന് അട്ടിവെച്ചീന്റെ കോല. അലവി സഖാഫി ഒരു ഇബാറത്ത് വായിച്ച അവരെന്നെ പണ്ടേ പറയൂത്തരെ, അത് അലവിന്റെ തുഹഫയല്ലേ. നിങ്ങൾക്ക് മനസ്സിലായില്ല. തുഹഫ എന്ന് പറഞ്ഞിട്ടൊരു ഫിഖഹിന്റെ കിതാബുണ്ട്. അപ്പൊ തുഹഫീന്ന് വായിക്കാന്നുള്ള നിലക്ക് അലവി വായിക്കുമ്പോ പണ്ടേ ഇവര് ഊറിച്ചിരിക്കുന്ന എന്താ, അലവി എന്ത് വായിച്ചാലും അലവിയുടെ വകയായിരിക്കും, അത് അലവിന്റെ തുഹഫയാണ്, ഇബ്നു ഹജറിന്റെ തുഹഫയല്ലാന്ന്. മനസ്സിലായോ? ഇതാണ് ഇവരുടെ കബളിപ്പിക്കൽ. എന്നിട്ട് ഇങ്ങനെ അട്ടിവെച്ച് കൊണ്ടുവന്നില്ലേ. അപ്പൊ അതിന്റെ സ്ഥിതിയായി പറഞ്ഞു. എന്നിട്ട് മുസ്ലിയാർ ഇവിടെ പൊട്ടിച്ചൊരു പൊയ്വടി എന്താ അറിയോ? മുപ്പരിങ്ങനെ പറഞ്ഞിട്ട് ആദ്യം എന്ത് ചെയ്യാണ്? ലോകത്ത് എല്ലാ ഇമാമിയങ്ങളും അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയവരാണെന്നാണല്ലോ സ്ഥാപിച്ചത്. എന്നിട്ട് മൂപ്പർ ആദ്യം എന്താ ചെയ്യുന്ന പടി എന്നറിയ? നിങ്ങൾ ഭയങ്കര രസമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആദ്യം മൂപ്പരൻ ചെയ്തു, ഒന്നാമത്തെ ഇമാമായ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് എന്നാണ് പറഞ്ഞു വെച്ചു. എന്നിട്ട് അബൂ ഹനീഫ ഇമാമിന്റെ കുറെ മദ്ഹ് ആദ്യമായി ഉദ്ധരിക്കുന്നത് അൽ ഇമാമുൽ അഅ്സം വൽ അഖ്ദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. മഹാനവറുകളാണ് സഹാബത്തിനെ കണ്ട 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ സഹാബികളെ നേരിൽ കണ്ട ഇമാം. കുറെ മദ്ഹാണ് പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കുന്ന നമ്മൾ വേഗം വിചാരിക്കുന്നത് പേരോട് ഇപ്പൊ ഉദ്ധരിക്കും അബൂ ഹനീഫ ഇമാം അള്ളാന്റെ റസൂലിനെ വിളിച്ച് തേടിയ ഒരു സംഭവം. അതിങ്ങനെ കാത്തു കുത്തിരിക്കുമ്പോ
മദ്ഹൊക്കെ പറയുന്നത് അബൂ ഹനീഫ ഇമാമിന്, എന്നിട്ടോ മൂപ്പര് പിന്നെ തെളിവുദ്ധരിക്കുന്നതായിരുന്ന അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ എന്ന് പറഞ്ഞിട്ട് ഹിജ്റ 651 മരണപ്പെട്ട ഒരാളുടെ കിതാബും. ആ ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിലെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാണ്, എല്ലാ ആളുകൾക്കും അറിയാം, ഫത്ഹുൽ ഖദീർ അലൽ ഹിദായ. ഈ ഫത്ഹുൽ ഖദീറിൽ മഹാനായ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു പേരോട് എഴുതിയതാണെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഹിജ്റ 681 വഫാത്തായ ഇമാം ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബുകാരനാണ്. മഹാനവർകൾ എന്താണ് പറയുന്നതെന്ന് കേട്ടോളൂ. അവിടെ പറഞ്ഞാ പിന്നെ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹ് പറഞ്ഞാ പിന്നെ എത്ര എളുപ്പാ പേരോടെ. അബൂ ഹനീഫ ഇമാമിന്റെ ഒരു ഉദ്ധരണി ഞാൻ വായിച്ചാ പോരെ? അബൂ ഹനീഫ ഇമാം അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയതാണ് കാണിച്ചാ പോരെ, കഴിഞ്ഞില്ലേ? പക്ഷേ മൂപ്പരിക്ക് അത് കിട്ടണ്ടേ? ഇപ്പൊ കേറിയതല്ല വെള്ളത്തിന്, കിട്ടണില്ല. അപ്പൊ കിട്ടിയതെന്താ? കിട്ടിയത് വെച്ച് കാച്ചി. അതെന്നാ? അത് ഹിജ്റ 681 മരിച്ചുപോയിട്ടുള്ള ഒരു പണ്ഡിതൻ എഴുതിയിട്ടുള്ള ഒരു കിതാബ്. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. രണ്ടാമത് മൂപ്പർ എന്ത് ചെയ്തു? ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ മദ്ഹ് പറഞ്ഞു. ഇനി ഞാൻ മാലിക്കി മദ്ഹബിലേക്ക് കടക്കാം. രണ്ടാമത്തെ ഇമാമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, അബത്തിനെ കണ്ട താബിഈകളിൽപ്പെട്ട നാഫി റളിയല്ലാഹു അൻഹുവിനെയും സാലിം റളിയല്ലാഹു അൻഹുവിനെയും കാണുകയും മനസ്സിലാക്കുകയും മദീനത്തെ പള്ളിയിലിരുന്ന് ദർസ് നടത്തുകയും ചെയ്ത മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണെന്ന് പറയുമ്പോൾ പിന്നെ മഹാനവറുകളെ വിവരം പറയണോ? ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് എന്താണ്? അപ്പൊ കേൾക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കുന്നു, അതോ ഇമാം മാലിക് അങ്ങനത്തെ മാലിക്, മദീനയിലെ മഹാനായ പണ്ഡിതൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിച്ച പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞ് മാലിക് ഇമാമിന്റെ മദ്ഹ് കുറേ അങ്ങോട്ട് പറയും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? നപ്പ പറയും ഇമാം മാലിക് റഹിമഹുല്ലാ അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയ ഒരു സംഭവം ഒപ്പം പറയുന്ന വിചാരിക്കുക. പക്ഷേ പേരോടിന് ഇമാം മാലിക്കിന്റെ ഒരു ഉദ്ധരണി, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയത് തെളിയിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടോ ഹിജ്റ 737 മരണപ്പെട്ട ഇബ്നു ഹാജിന്റെ മദ്ഹൽ എന്ന കിതാബ് എന്നാ പിന്നെ വായിക്കുന്നത്. കബളിപ്പിക്കൽ. ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു സഹോദരന്മാരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുത്തെ ലോക പ്രശസ്തമായ കിതാബുൽ മദ്ഹലിന്റെ 260ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു, മാലികി മദ്ഹബിലെ കിതാബാണ് വായിച്ചത്. പിന്നെ മൂപ്പർ എന്ത് ചെയ്യാണ്? മൂന്നാമതായി ഷാഫി ഇമാമിന്റെ മദ്ഹബ് എന്ന് പറഞ്ഞിട്ട് ഷാഫി ഇമാമിന്റെ പോരിശ കുറേ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഞാൻ വായിക്കുന്നത് ഷാഫിഈ മദ്ഹബിലെ ഗ്രന്ഥമാണ്. അപ്പൊ നമ്മൾ കേൾവിക്കാർ വിചാരിക്കും, ഇപ്പൊ ഉദ്ധരിക്കും പേരോട് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയ ഒരു തെളിവ് ഇപ്പൊ പറയുന്നു വിചാരിച്ച് സിഡിയിൽക്ക് കണ്ണും നട്ട് ഇങ്ങനെ കാത്തിരുന്നാൽ നിരാശയല്ലാതെ ഫലല്ല. കാരണം പൊയ്വടിക്കാരന്റെ കയ്യിൽ ഉണ്ടയില്ല. അവസാനം ഒരു പൊയ്വടി എന്തെന്നാ പൊട്ടിക്കുന്നത്? അത് ഹിജ്റ 676 വഫാത്തായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബിൽ നിന്ന്. ഷാഫി മദ്ഹബിന്റെ മുഹജ്ജിറായ ലോക പ്രശസ്ത പണ്ഡിതനായ മഹാനായ യഹ്യ ഇബ്നു ശറഫിൻ നവാവി റഹിമഹുല്ലാഹ്, നവവി ഇമാം റഹിമഹുല്ലാഹ്, സഹോദരന്മാരെ, ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദബ് എന്ന ലോക പ്രശസ്തമായ കിതാബിൽ, ഏറ്റവും മുഅ്തമദായ കിതാബിൽ മഹാനവറുകൾ എഴുതി രേഖപ്പെടുത്തുകയാണ്. അതിൽ തന്നെ അള്ളാന്റെ റസൂലേ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടുന്ന ഒരു ഭാഗത്തില്ല താനും. ഇനിയോ നാലാമത് പിന്നീട് പറയും അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഹംബലി ഇമാമിന്റെ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ മദ്ഹ് കുറേ ഇങ്ങോട്ട് പറയും. ഇനി നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് എന്താണ്? നാലാമത്തെ മദ്ഹബ് ഹംബലി മദ്ഹബ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ ലോക പ്രശസ്ത പണ്ഡിതൻ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജയിലിൽ കിടന്നിട്ട് അടിവാങ്ങിയ പണ്ഡിതൻ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മുഖേന സലാം പറഞ്ഞേച്ച പണ്ഡിതൻ, ഇമാം ബുഖാരിയുടെ ഉസ്താദ്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും, ഇപ്പൊ പറയും അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയ ഒരു ചരിത്രം, അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിച്ച ഒരു സംഭവം ഇപ്പൊ പറയുന്നു വിചാരിച്ച് നമ്മൾ കാത്തിരുന്നാൽ നിരാശ തന്നെ ഫലം.
വായിക്കുന്നത് ഏതെന്ന ഹിജ്റ 620 വഫാത്തായ ഇബ്നു ഖുദാമയുടെ മുഗ്നി എന്ന കിതാബിൽ നിന്ന്.